ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെല്ലാവരും കാണാൻ ഉദ്ദേശിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ള ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കാനുള്ള തീരുമാനം. ബംഗാളിൽ ബിജെപി മുഖ്യമന്ത്രി അവിടുത്തെ മുൻ കമ്മീഷണറെ നിയമിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലമാണ് എന്നാണ്. രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ മുൻ കമ്മീഷണറായിട്ടുള്ള ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കാനെടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് തിരിമറി നടത്താൻ കോൺഗ്രസിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്തതിനാണോ? ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു 100 സീറ്റ് UDF കിട്ടും. ഈ 100 സീറ്റ് കിട്ടും എന്നുള്ള പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകൾ ഈ തരത്തിലുള്ള ഒരു സഹായം കോൺഗ്രസിന് നൽകാൻ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സീറ്റിന്റെ എണ്ണത്തിലടക്കം ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുകാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണോ ഈ കാര്യത്തിലുള്ള ഒരു പ്രഖ്യാപനം, ഈ വനവാസം എന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധി ബംഗാളിലെ മുഖ്യമന്ത്രിയോടും ബംഗാളിലെ ജനങ്ങളോടും മാപ്പ് പറയണം. ഇവിടെ പല വ്യക്തിപരമായിട്ടുള്ള താൽപര്യങ്ങളും പ്രത്യുപകാരത്തിന്റെയൊക്കെ പേരിലാണ് പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല നിയമനങ്ങളും എന്നാണ് പലരും തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. എന്തായാലും രത്തൻ കേൽക്കറുടെ നിയമനം സംശയാസ്പദമാണ്. ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അതിന് കോൺഗ്രസ് ഇടുന്ന പേര് വോട്ട് ചോരി, EVM തിരിമറി. കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വളരെ കഴിവുറ്റ ഓഫീസർ. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാൻ. BJP കോൺഗ്രസുകാർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുകയാണ് BJP ശ്രമിക്കുന്നതെന്നല്ലേ. അപ്പൊ ഇത് രണ്ട് ആരോപണം ഒരുമിച്ച് നടക്കില്ല. അല്ല, ഇത് രാഹുൽ ഗാന്ധിയാണല്ലോ പറയേണ്ടത്. ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ബംഗാളിൽ നിയമിച്ചപ്പോൾ പറഞ്ഞത് അത് തിരിമറിയാണ്, BJPയെ സഹായിച്ചതിന്റെ പേരിലാണ്. അതേ ന്യായം കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ആ ന്യായമൊന്നുമില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മികച്ച ഓഫീസർ ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയത്. എങ്കിൽ ബംഗാളിലെയും അതേപോലത്തെ നിലപാടല്ലേ എടുക്കേണ്ടത്. രാഹുൽ ഗാന്ധിയാണ് മറുപടി പറയേണ്ടത്. കോൺഗ്രസിന്റെ അവസരവാദമാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ SIR-നെ എതിരായിട്ട് എന്തിനാ ഇവിടെ നേരത്തെ പ്രസ്താവന നടത്തിയത്? ആകെ ഒരു SIR-ന്റെ പേരിലാണോ? ഓക്കെ, സമയമാകുമ്പോൾ BJP തീരുമാനമെടുക്കും. ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല, പിന്നെ നിങ്ങൾ ഇതിലെ ടെൻഷൻ അടിക്കുന്നു.
അദ്ദേഹം സംസാരിച്ചല്ലോ. അദ്ദേഹം സംസാരിച്ചത് BJPക്ക് വേണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഒരു അസ്വസ്ഥതയില്ല അക്കാര്യത്തിൽ. ഓക്കെ, ഇപ്പോ ഒരു സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ അതങ്ങനെ അപ്പൊ നമുക്ക് നോക്കാം അപ്പോഴെന്താ സംഭവിക്കുക. ശരി.